കോളേജിൽ ഇപ്പൊ പരിപാടി തുടങ്ങി കാണും. അളിയോ വേമാടാ വാടാ. ഞാൻ ശരിയാവത്തില്ലടാ. ഒരുങ്ങിയല്ലേ നീ? ഇതെന്താ ഇത്? ആരുടെ ഡ്രസ് കോഡ് പറഞ്ഞ മഞ്ഞ ഷർട്ടും കറുത്ത മുണ്ടും? അത് ഞാനാ പറഞ്ഞ അവന്മാര് വെള്ളമുണ്ടാ പറഞ്ഞ അത് തന്നെ മാറ്റി കറുത്ത വാക്കിയത് തന്നെ അഴുക്കുപറ്റായിരിക്കാനാ ഞാൻ. എനിക്ക് ബെൽറ്റ് കൂടി ഇട്ട് കറക്റ്റ് ആവുമായിരിക്കും. എനിക്ക് ഇത് പൂരി പോന്നോളാം 50 വട്ടം ഉടുത്തണായത്. അത് മതി ഇത് മതി കറുത്ത ചെയ്ത്. ഇത് ശരിയാവത്തില്ല. ഞാൻ വരുന്നില്ല, നീ വിട്ടോ. അല്ലല്ല വരണം അളിയ വാളിയാ. ഇല്ല ഞാൻ പാൻറ്റിട്ടോണ്ട് വരാം. പാൻറ്റിട്ടോണ്ട് വരാം. പാൻറ്റിട്ട അളിയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഞങ്ങൾ മാത്രം ഉണ്ട്, അളിയ മാത്രം പാൻറ്. അളിയ എല്ലാരും ചുമന്ന പാൻറ് പച്ച ഷർട്ടും ആക്കളിയാ പൊളിക്കോളിയാ. അങ്ങനെയാണെങ്കിൽ എന്ത് സമയത്ത് ഇതിപ്പോഴാണോ പറയുന്നത്? അന്ന് ഡ്രസ് കോഡ് പറഞ്ഞപ്പോ നീ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? നീമാർ ഡ്രസ് കോഡ് പറഞ്ഞു. അപ്പൊ അഞ്ജലി പറഞ്ഞു നീയും അതേ ഇട്ടാ മതി എന്ന്. അപ്പൊ പിന്നെ ഞാനെന്തോ ചെയ്യാനാ? അഞ്ജലി പറഞ്ഞാൽ കേൾക്കും. അപ്പൊ അഞ്ജലിക്ക് വേണ്ടി എടുത്തോണ്ട് വാ, മതി വാ. അല്ല ഇത് പറ്റത്തില്ലേ, ഇത് എടുത്തോണ്ട് ഞാൻ എങ്ങനെ നീമാര് വിട്ടോ? ഞാൻ പോയാണ്ട് ഓണം പോയി എനിക്ക് പോ. നീമാരുടെ ഒരു ഡ്രസ് കോഡ് ഞാനെന്തോ കളിയാ? ഇത് മുണ്ടുറ ഞാനും ആദ്യമായിട്ട് കൊടുക്കോടാ. ഇതൊക്കെ ഒരു ക്ഷമയില്ലാത്തൊരു ചെറുക്കൻ. ഒരു കാര്യം ചെയ്യ്, നീ അറ്റത്ത് പിടി. ഞങ്ങളുടെ അമ്മ അച്ഛനും കൂടി ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഡബിൾ മുണ്ട്. ഇത് ഇത് കൈലി ഇതിങ്ങോട്ട് എടുത്തിട്ടാ പരിപാടി കഴിഞ്ഞ്. നീ എന്ത് പറയുന്നത്? കൈലി കൊടുത്ത് നമുക്കൊരു തോന്നൽ കിട്ടിയത് മനസ്സിലായി. ഇതൊക്കെ ഒരു ഇല്യൂഷനാണ് മനസ്സിലായി. ഇത് നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും മേളിൽ എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യമല്ല കാര്യം മനസ്സിലായി. ഈ താഴത്തെ പരിപാടി കറക്റ്റായി മതി. കണ്ടാ താഴെ കറക്റ്റായിരുന്നാ മതി. ഇതിന്റെ മണ്ടയ്ക്ക് ഷർട്ട് വരുമ്പോഴത്തേക്കും പരിപാടി തീർന്നു. കത്ത് തന്നി ഓണം എടുക്കാലോ. ഓണം എടുത്ത ഓണം നിന്റെ അല്ലേ അളിയാ. ഷർട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വരണമെങ്കിൽ നീ വിചാരിക്കണം. വാ വാ വാഞ്ഞോ. എന്തൊരു ലുക്കാളി ഇനിയിപ്പോ കോളേജ് തിരിച്ചു വെക്കും ഞാൻ. പിന്നെ അല്ല